എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 20ഓളം ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS അതുപോലെ കമ്പനി ബോർഡ് ലെവൽ എക്സാമുകൾ, കമ്പനി ബോർഡ് ആ പരീക്ഷ അതൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്തിട്ട് എടുത്തേക്കണേ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഏകദേശം മാതൃകയിൽ, അതായത് ഈ ഒരു ലെവലിൽ ഏതൊക്കെ ചോദിക്കുന്നുള്ളതിൽ മുൻവർഷ ചോദ്യപേപ്പറുകൾ നോക്കിയിട്ട് ആ മുൻവർഷ ചോദ്യപേപ്പറുകളും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളിതിനു മുമ്പ് LGSനും 10th പ്രിലിംസിനൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മുടേതായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഇനി അത്യാവശ്യം കുറച്ച് ദിവസങ്ങളിൽ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് സാധാരണ നമ്മളെങ്ങനെ ചെയ്യാറുള്ളത്, ആദ്യം ഞാൻ ആ ചോദ്യം കാണിക്കും, ആ ചോദ്യം നിങ്ങളപ്പോൾ പോസ് ചെയ്യും, എന്നിട്ട് നിങ്ങളത് ഒരു 40 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ 45 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക, നമ്മൾ ചെയ്ത കാര്യം കറക്റ്റ് അല്ലേ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കതൊരു പരീക്ഷ പോലെ എഴുതിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. ഒരു ഏകദേശം മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഉപയോഗത്തിൽ പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഞാനിതിൽ LGSൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, LGS ലെവൽ പരീക്ഷയുടെ, അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസിൻ്റെയും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ LGS ലെവൽ പരീക്ഷയാണ് നോക്കുന്നുണ്ടെങ്കിലും 10th ലെവലാണെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആ LGS ലെവൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് പഠിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു കുറേ ട്രിക്സും ടിപ്സൊക്കെ ഉണ്ട് അതിൽ. അതൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലുത് ചെയ്യാൻ വളരെ ഈസി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ നേടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ തുക 135 ആയാൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? ഈ ചോദ്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അറിയണം. അതിലൊന്നെന്ന് പറയുന്നത്, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലത്തെ സംഖ്യയാണ് എന്ന് അറിയണം. അതുപോലെ ശരാശരി കാണാൻ തുക ഹരിക്കണം എണ്ണം ആണ് എന്നും അറിയണം. ഇത് രണ്ടും അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ചോദ്യത്തിന് ഉത്തരം അറിയാൻ എന്തൊക്കെ വേണം? തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലത്തെ സംഖ്യയാണെന്ന് നിങ്ങൾക്ക് അറിയണം. ശരാശരി കാണാൻ എന്ത് ചെയ്യണം, തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി എന്നും നിങ്ങൾക്ക് അറിയണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ തുക 135 തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ സംഖ്യ കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ശരാശരി കാണണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. തുക ഹരിക്കണം എണ്ണമാണ് ശരാശരി. അപ്പോൾ തുക എന്ന് പറയുന്നത് 135 ആണ്. എണ്ണം എത്രയാണ്? 5 ഒറ്റ സംഖ്യകളാണ്. 135നെ 5 കൊണ്ട് ഹരിക്കണം. 135നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 27 എന്ന് കിട്ടും. അപ്പോൾ 5 ഒറ്റ സംഖ്യകളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ചോദ്യം മാറി. എങ്ങനെയായി? തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 27 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ നടുവിലത്തെ സംഖ്യ 27 ആണെന്നുള്ളത് എഴുതുക അല്ലേ. ഞാനെന്താ പറഞ്ഞത്, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി, തെറ്റിപ്പറയല്ല, എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് അതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. തുടർച്ചയായ 5ൻ്റെ ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെയൊക്കെ എന്താണ്, കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു പൊതുവായ വ്യത്യാസമുണ്ട്. ഒരു സമാന്തര ശ്രേണിയായിട്ട് വേണം ഇതിനൊക്കെ പറയാം. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വെച്ചാണ് കൂടിപ്പോകുന്നത് അല്ലേ. ഇനി അതുപോലെ ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 അവിടുത്തെ പൊതുവ്യത്യാസം. ഒറ്റ സംഖ്യ ആണെങ്കിലും 2 അവിടുത്തെ പൊതുവ്യത്യാസം. ഇനിയിപ്പോൾ ഗുണനാണെന്നുണ്ടെങ്കിൽ 3ൻ്റെ ഗുണിതം, 4ൻ്റെ ഗുണിതം, 5ൻ്റെ ഗുണിതം ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇങ്ങനെ ഏത് തരത്തിലാണ് ചോദ്യം വരുന്നുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ശരാശരി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നതാണ് എന്ത്, അതിൻ്റെ നടുവിലത്തെ
സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ അത് 27ആണ്. അപ്പോൾ പറ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ സംഖ്യയാണ്. അടുത്ത സംഖ്യ ഏതായിരിക്കും? 29 ആയിരിക്കും. അടുത്ത സംഖ്യ 31. ഉത്തരം ഓപ്ഷൻ ബി 31. ഇനി ചോദ്യത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നേനെ? 25, 23. എന്തായേനെ? 23 ആയേനെ. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ലേ? അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5/8, 7/11, 3/4, 13/16 എന്നിവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യുക? നിങ്ങൾക്കറിയാം എന്ത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു മെത്തേഡ് അറിയാൻ പറ്റും അല്ലേ? ആ മെത്തേഡ് അറിയാലോ. ആ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നേരിട്ട് ഹരിച്ച് വേണേൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 കൊണ്ട് ഗുണിച്ചിട്ട്, അതായത് ഇതിനെല്ലാം 50, 70, 30, 130, അതായത് മേലെ എല്ലാത്തിനെയും ഒന്നിനെ 10 കൊണ്ട് ഗുണിച്ചാൽ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിക്കണം. അത്രേ അതിൻ്റെ വ്യത്യാസം നോക്കാനുള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ 10 കൊണ്ട് ഗുണിച്ചിട്ട് അത് എത്രയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടും വേണേൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. പക്ഷേ ഈ ചോദ്യത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഏത് രീതി വേണേലും ഉപയോഗിക്കാം, ഉത്തരം കിട്ടും. പക്ഷേ എനിക്ക് ഒന്ന് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 5/8നെയും 7/11 ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇതിനെ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ 11നെ 5 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഇവിടെ 55 എന്ന് കിട്ടി. അതുപോലെ ഈ 8നെ 7 കൊണ്ട് ഗുണിക്കുകയാണ്. എനിക്കവിടെ 56 എന്ന് കിട്ടി. നമ്മളോട് ചോദ്യം പറയുന്നത് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ് എന്നായതുകൊണ്ട് ചെറുത് ഏതായിരിക്കും? 55ൻ്റെ ഭാഗത്ത് നിൽക്കുന്ന 5/8 ആണ്. അപ്പോൾ എന്തായി? ഇത് രണ്ടും നോക്കിയപ്പോൾ ഇത് പോയി. ഇനി അടുത്തത് അത് ചെറുതല്ല. അപ്പോൾ ഇനി അടുത്ത നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഈ 5/8നെ 3/4 കൊണ്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? നേരത്തെ ചെയ്ത പോലെ തന്നെ 5 × 4 20, 8 × 3 24. ഇവിടെ ഏതാ ചെറുത്? ഇത് തന്നെയാണ് ചെറുത്. അപ്പോൾ ഇതും അല്ല. ഇനി അടുത്ത ലാസ്റ്റത്തെ എത്രയാണ്? 5/8. അതുപോലെ കമ്പയർ ചെയ്യണം. ഇതിനെ 13/16 കൊണ്ട് എന്ത് ചെയ്യണം? 16 × 5 ചെയ്യാം. 16 × 5 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ 16ൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5 കൊണ്ട് ഗുണിച്ച മാതിരിയാവും അല്ലേ? അല്ലെങ്കിൽ 16ൻ്റെ ഒപ്പം ഒരു 0 ഇട്ടിട്ട് അതിൻ്റെ പകുതി എടുത്താലും മതി. അപ്പോൾ എത്രയാണ് 16 × 5? 80 ആണ്. അതുപോലെ 8 × 13. 8 × 13 എത്രയാണ്? 8 × 10 80 ആണ്. പിന്നെ 3 × 8 24. അപ്പോൾ എത്ര? 80ഉം 24ഉം കൂട്ടിയാൽ 104 എന്ന് കിട്ടും. അപ്പോൾ ഇതിലേതാ ചെറുത്? ഇത് തന്നെ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 5/8 ആണ്. ഉത്തരം 5/8 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എല്ലാവരും പഠിച്ചല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം LCM ആൻഡ് HCF എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ? എന്താണ്? രണ്ട് സംഖ്യകളുടെ ഉസാഗ 15ഉം അവയുടെ ലസാഗു 300ഉം ആണ്. ഒരു സംഖ്യ 60 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലേ? ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നേരെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചാൽ മതി. അത് പഠിക്കണം. എന്താണ് ഇക്വേഷൻ? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സംഖ്യകളുടെ LCM ഗുണിക്കണം HCFന് ഈക്വൽ ആയിരിക്കും. ഗോൾഡൻ റൂളാണ്, പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു എന്ത്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്താണ്? LCMനെ HCF കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഇട്ട് നോക്കാമല്ലോ. സംഖ്യകൾ ഏതൊക്കെയാണ്? ഒരു സംഖ്യ ഏതാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ സംഖ്യ തന്നെ എഴുതി. മറ്റേ സംഖ്യ എത്രയാണ്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി LCM എത്രയാണ്? 300 ആണ്. HCF ഉസാഗ എത്രയാണ്? 15 ആണ്. സംഖ്യ ഗുണിക്കണം 60 സമം 300 ഗുണിക്കണം 15. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ദേ ഈ ഗുണനം അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? 300 ഗുണിക്കണം 15. ഇനി എന്താ വേണ്ടത്? ഇവിടെ ഗുണിക്കണമാണ്. സമത്തിനപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം എന്നായി. ഹരിക്കണം 60. 0 0 പോയി. 30/6 എത്രയാ? 6×5 ആണല്ലേ 30. അപ്പോൾ 15 × 5 എന്ന് കിട്ടി. 5 × 15 എന്ന് കിട്ടി. 5 × 15 എത്രയാ? 75 ആണ്. എങ്ങനെയാണ് 15 കൊണ്ട് ഒരു സംഖ്യേനെ ഗുണിക്കുക? അല്ലെങ്കിൽ 5 കൊണ്ട്? ഇത് രണ്ടും മെത്തേഡും യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ ആദ്യം 50, 15 കൊണ്ടാണ് ഒരു സംഖ്യ ഗുണിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ 10 കൊണ്ട് ഗുണിക്കുക. അതായത് 50 എന്ന് എഴുതുക, 5ൻ്റെ ഒപ്പം ഒരു 0 ഇടുക, എന്നിട്ട് അതിൻ്റെ പകുതിയും കൂടിയും കൂട്ടുക. 50ൻ്റെ പകുതി 25, 75. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ്
കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. എക്സിൻ്റെ വരുമാനം വൈയുടെ വരുമാനത്തേക്കാൾ 20% കുറവാണെങ്കിൽ വൈയുടെ വരുമാനം എക്സിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണിതിൽ മനസ്സിലാക്കാനുള്ള ചോദ്യം? ശരിക്കും എന്താണുള്ളത്? ഒരു അളവ് 20% കുറയുമ്പോൾ തിരിച്ചുള്ള വർധനവ് കണ്ടെത്താനാണ് കേട്ടോ. അതായത് 1% ഇത്ര ശതമാനം കുറഞ്ഞു എന്ന് പറയും. അപ്പോൾ തിരിച്ച് എന്തായിരിക്കും? വർധനവായിരിക്കില്ല ഉണ്ടാവുക. അത് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. കുറവ് വന്നില്ലേ, അത് എത്ര ശതമാനമാണെന്ന് നോക്കുക. കുറവ് വന്നത് എത്ര ശതമാനമാണെന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 100ൽ നിന്ന് ആ കുറവ് വന്ന ശതമാനം ഇല്ലേ അത് കുറയ്ക്കുക. 100ന്ന് ആ കുറവ് വന്ന ശതമാനം കുറയ്ക്കുക. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരമായി. ഞാൻ എന്താ പറഞ്ഞത്? ചോദ്യം എക്സിൻ്റെ വരുമാനം വൈയുടെ വരുമാനത്തേക്കാൾ 20% കുറവാണെങ്കിൽ വൈയുടെ വരുമാനം എക്സിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്. അതായത് ഒരളവ് ഇത്ര ശതമാനം കുറയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചുള്ള വർധനവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കുറവ് എത്ര ശതമാനമാണ് ഹരിക്കണം 100 കുറയ്ക്കണം കുറവ് എത്ര ശതമാനമാണ് ഗുണിക്കണം 100. ഇവിടുത്തെ കേസിൽ കുറവ് എത്ര ശതമാനമാണ്? 20 ഹരിക്കണം 100 കുറയ്ക്കണം കുറവ് ശതമാനം 100 കുറയ്ക്കണം 20 ഗുണിക്കണം 100. ഞാൻ ഈ 100 കുറയ്ക്കണം 20 എന്നുള്ളിടത്ത് എനിക്ക് 80 എന്ന് എഴുതിക്കൂടെ? ഈ 0 വെട്ടിപ്പോയില്ലേ? ഇനി ഈ 2ഉം 8ഉം വെട്ടി താഴെ 4 മേലെ 1 ആയില്ലേ? 100നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 25%. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം അല്ലേ? ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. എന്തു പഠിക്കണം? ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ ഒന്നും നോക്കണ്ട, ഇക്വേഷൻ പ്രകാരം അപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ ആണല്ലോ? ഇനി ഇങ്ങനെ വേണ്ട, എനിക്ക് ഇക്വേഷൻ വേണ്ട എന്നല്ല, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു, പക്ഷേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം എക്സിൻ്റെ വരുമാനം വൈയുടെ വരുമാനത്തേക്കാൾ 20% കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ വരുമാനത്തെ 100 എന്നെടുക്കുക. അപ്പോൾ എക്സിൻ്റെ വരുമാനം എത്രയായിരിക്കും? വൈയുടെ വരുമാനം 100 ആണ്. വൈയുടെ വരുമാനത്തേക്കാൾ 20% കുറവാണെങ്കിൽ 100%ൻ്റെ 20%, അതായത് 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ അത്രയും കുറവാണെന്ന് പറഞ്ഞാൽ 100ന്ന് 20% കുറച്ചാൽ എത്രയാണ്? 80% അല്ലേ? അപ്പോൾ അതന്നെ 80 രൂപ. അപ്പോൾ വൈയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 100 രൂപയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വരുമാനം എത്രയായിരിക്കും? 80 രൂപയായിരിക്കും. ഇനി എന്താ പറഞ്ഞത്? ചോദ്യം എന്താണ്? വൈയുടെ വരുമാനം എക്സിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് ചോദിക്കണേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വൈ എക്സിനേക്കാൾ കൂടുതലുള്ളത് 20 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 20 വ്യത്യാസം, അതായത് ഇവയുടെ വ്യത്യാസം ഹരിക്കണം എന്ത് ചെയ്യണം? അടിസ്ഥാനമായിട്ടുള്ളത് വില. ഏതാണ് അടിസ്ഥാനമായിട്ടുള്ളത്? എക്സിനെയാണ്. എക്സിനേക്കാൾ എത്ര? എക്സിൻ്റെ വരുമാനത്തേക്കാൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അടിസ്ഥാനം ബേസ് എന്ത് എഴുതണം? ഈ എക്സിൻ്റെ വരുമാനമായ 80 എഴുതണം. എത്ര കൂടുതലാണെന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനെ ശതമാനത്തിലേക്ക് ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ഈ 0 വെട്ടിപ്പോയി, ഈ 2ഉം 8ഉം വെട്ടി 4. ഇതന്നെയാണ് മേലെയും ചെയ്തത് അല്ലേ? എത്രയാണ് ഉത്തരം? 25%. നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാണാതെ പഠിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണക്ക് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 1 സെക്കൻഡിൽ ഉത്തരം എഴുതി പരിപാടി തീർക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. നോക്കിക്കോ. 10% കുറവാണ് എന്നുണ്ടെങ്കിൽ വർധനവ് എന്ന് പറയുന്നത് 11.11% ആയിരിക്കും. ഇനി 20% വർധനവ് എന്ന് കുറവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? 25% ആയിട്ട് മാറും, വർധനവായിട്ട് മാറും. ഓക്കെ ആണല്ലോ? കുറവ്, ഇത് തിരിച്ചുള്ള വർധനവ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത് കുറവ്, ഇത് തിരിച്ചുള്ള വർധനവ്. 10% ആണെന്നുണ്ടെങ്കിൽ 11.11 ആയിരിക്കും. 20% ആണെന്നുണ്ടെങ്കിൽ 25 ആയിരിക്കും. 25% കുറവ് എന്നുണ്ടെങ്കിൽ 33.33% ആയിരിക്കും. 50% ആണെന്നുണ്ടെങ്കിൽ 100% ആയിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 3 എണ്ണമാണ്. ഇത് 3 എണ്ണമാണ് നമ്മൾ ഒരു LGS ലെവലിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇത് 3 LGS ലെവലിൽ ചോദിക്കാനും സാധ്യതയുള്ളൂ. ഓക്കെ ആണല്ലോ? ഈ 3 എണ്ണം നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ചു വെച്ചോ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കാണാതെ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് 3 ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോ. സിമ്പിളായിട്ട് ഈ ചോദ്യത്തിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല 100 എന്ന് പറഞ്ഞൊരു സംഖ്യ ഇട്ടിട്ട് ചെയ്താൽ മതി, ശതമാനത്തിലേക്കാക്കി ചെയ്താൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. ലാഭവും നഷ്ടവും എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഒരാൾ ഒരു മേശ 1200 രൂപയ്ക്ക് വാങ്ങി 10% ലാഭത്തിൽ വിൽക്കുന്നു. അയാൾ 1200 രൂപയ്ക്ക് വാങ്ങി 10% ലാഭത്തിൽ വിൽക്കുന്നു. മറ്റൊരു കസേര 800 രൂപയ്ക്ക് വാങ്ങി 10% നഷ്ടത്തിലും വിൽക്കുന്നു. എങ്കിൽ ഈ ആകെ കച്ചവടത്തിൽ അയാൾക്കുണ്ടായ ലാഭം നഷ്ടം എത്ര രൂപയാണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വേറെ ഇക്വേഷൻ തരാനൊന്നും നിൽക്കണ്ട. വളരെ സിമ്പിളായിട്ട് കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രണ്ടിൻ്റെയും ലാഭനഷ്ട തുകകൾ വെവ്വേറെ കണ്ടാൽ മതി. രണ്ടിൻ്റെ എന്ത് ചെയ്യുക, വെവ്വേറെ കാണാൻ അതിനുള്ള സമയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, മേശയ്ക്ക് എന്താ, മേശയിൽ ലാഭമാണ് അല്ലേ, മേശയിലെ ലാഭം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. മേശയിലെ ലാഭം എത്രയാണ്? 1200. എത്ര ശതമാനം ലാഭത്തിനാണ് വിറ്റത്? 10%. 1200ൻ്റെ 10% കാണാൻ നിങ്ങൾക്ക് അറിയാലോ. 1200 ഗുണിക്കണം 10/100. ദേ ഒരു 0 പോയി, ഒരു 0 പോയി. എത്രയാ? 120. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ, 120. ഇനി എന്താണ് കസേരയിലെ നഷ്ടം? ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കസേരയിലെ നഷ്ടം എത്ര? കസേരയിലെ നഷ്ടം, കസേരയ്ക്കാകെ 800 രൂപയാണ്. അതിന് നഷ്ടം എന്ന് പറയുന്നത് 10% തന്നെയാണല്ലേ. ആ 800ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 800 × 10/100 ആണ്. ഈ 0 പോയി, ഈ 0 പോയി. അല്ലെങ്കിൽ 800ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഉത്തരം 80 ആണ്. 120 ലാഭം, 80 നഷ്ടം. അപ്പോൾ ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആകെ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്നാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? 120 റുപ്യ നിങ്ങൾക്ക് ലാഭം കിട്ടി ഒരു സാധനം വിറ്റപ്പോൾ, അതുപോലെ 80 രൂപ നഷ്ടം വന്നു ഒരു സാധനം വിറ്റപ്പോൾ. അത് ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവയുടെ വ്യത്യാസം എടുത്താൽ മതിയാകും. എത്ര വ്യത്യാസം? 120 കുറയ്ക്കണം 80 അല്ലേ. 120 80 പോയാൽ 40. ഉത്തരം 40 രൂപ. അത് പോസിറ്റീവാണ് അല്ലേ, ലാഭമാണ് കൂടുതൽ അവിടെ അല്ലേ, ലാഭമല്ലേ കൂടുതൽ. അപ്പോൾ എന്താണ്? 40 രൂപ ലാഭം. ഇനിയിപ്പോൾ നഷ്ടമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ എന്തായേനെ? വ്യത്യാസം എടുത്തിട്ട് അത്രയും രൂപ നഷ്ടം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി, 40 രൂപ ലാഭം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവണം, പഠിക്കൽ നിർബന്ധമാണ് ശരാശരിയിൽ. എന്താണ്? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ആയിരിക്കും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാ? 30+1. അങ്ങനെയാണെങ്കിൽ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാ? 50+1 51. ഇനി അത് 100 എണ്ണാണെങ്കിലോ 101 അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. 1500 രൂപ എ, ബി, സി എന്നിവർക്കായി 2:3:5 എന്ന അനുപാതത്തിൽ വീതിച്ചാൽ ബിക്ക് ലഭിക്കുന്ന തുക എത്രയാണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പല രീതിയിലും ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് ഇതെങ്ങനെ ശരിക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൊത്തം 1500 രൂപയാണ്. അതായത് ഈ 2:3:5 എന്ന അനുപാതത്തിൽ വീതിച്ചാൽ കിട്ടുന്നതിൻ്റെ മൊത്തം തുക എന്ന് പറയുന്നത് അത് 3നെയും കൂട്ടിയാൽ എത്ര കിട്ടും? 1500 ആണ്. അപ്പോൾ ടോട്ടൽ 1500 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് പറ, നമുക്ക് വേണ്ടത് എന്താ? ബിക്ക് ലഭിക്കുന്ന തുക എത്രയാണ് എന്നാണ് ചോദ്യം. എന്താ ചോദ്യം? ബിക്ക് ലഭിക്കുന്ന തുക എത്രയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 1500 ഗുണിക്കണം, നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ ഗുണിക്കണം, അതിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതാണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. എന്താണ് ബിയുടെ റേഷ്യോ എത്രയാ? A:B:C ആണെങ്കിൽ ബിയുടെ റേഷ്യോ എത്രയാ? 3 ആണ്. ഈ 1500 ഗുണിക്കണം 3 അവിടെ കഴിഞ്ഞില്ല. ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഭാഗമാണ്. എത്ര ഭാഗം? 3 ഭാഗം. എത്രയിൽ എത്ര ഭാഗം? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 2, 3, 5നെ കൂട്ടണം. കാരണം ഇത് 3ഉം കൂട്ടിയാലേ എന്താവുള്ളൂ? ടോട്ടൽ ആവുള്ളൂ. സാധാ
സാധാ പോലെ മനസ്സിലാക്ക്. 3 കൂട്ടിയാലേ ടോട്ടൽ ആവുള്ളൂ. ഈ 2, 3, 5 കൂട്ടിയാൽ എത്രയാ? 5, 5, 10. 3/10. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എക്ക് ലഭിക്കുന്ന തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1500 ഗുണിക്കണം 2/10. അപ്പോൾ 10ന് വ്യത്യാസമില്ല. ഇനി അതുപോലെ ചോദിക്കുകയാണ് എന്ത്? സിക്ക് ലഭിക്കുന്ന എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായി? 1500 ഗുണിക്കണം 5/10. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്യുക? ഈ 0 വെട്ടിപ്പോയി. 150 × 3 എത്രയാ? 450. ഉത്തരം ഓപ്ഷൻ ബി. കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം ചെയ്യാൻ. അതിന് വേറെ രീതിയിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലോ ഇനി ബാക്കിയുള്ള 2 നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം സമയവും ദൂരവും എന്നുള്ള ഭാഗത്തു നിന്നാണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 12 സെക്കൻഡ് കൊണ്ട് ഒരു പോസ്റ്റ് കടന്നു പോകുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര മീറ്ററാണ്? നമ്മൾ സാധാരണ പോലെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ എന്തെഴുതും? സ്പീഡ് തന്നിട്ടുണ്ട്, പിന്നെന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് അല്ലെ വേഗത ഗുണിക്കണം സമയം. സ്പീഡ് ഇൻറ്റു ടൈമാണ്. എന്നാൽ എനിക്ക് നേരെ ഈ 90നെ 12 കൊണ്ട് ഗുണിച്ചങ്ങ് ഉത്തരം എഴുതിയാൽ മതി എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്താൽ ശരിയാവോ? ഇല്ല. കാരണം നമുക്ക് അതിനെ മീറ്ററിലേക്കോ കിലോമീറ്ററിലേക്കോ ഒക്കെ മാറ്റാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷൻ നോക്കണം. നമ്മൾ ആദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓപ്ഷനിലെല്ലാം എന്താണ്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു കാര്യം മനസ്സിലാക്കി, നമുക്ക് മീറ്ററിലാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ നോക്ക്, ഇവിടെ ഇപ്പോൾ ഇത് സെക്കൻഡാണ്. നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വേഗതയ്ക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവറാണ്. 90 കിലോമീറ്റർ പെർ അവറാണ്. 90 കിലോമീറ്റർ പെർ അവറിന് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? 90 ഗുണിക്കണം 5/18. നമ്മളൊരു മണിക്കൂറിൽ എത്രയാണ്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം. 90നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 18ഉം 90ഉം വെട്ടാം കേട്ടോ. 5 25 മീറ്റർ പെർ സെക്കൻഡ്. ഉത്തരം 25 മീറ്റർ പെർ സെക്കൻഡ്. നേരെ അതുപോയി എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് വേണ്ടത് എന്താണ്? ദൂരം. ആ പോസ്റ്റ് കടന്നു പോകുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ നീളമാണ്. ട്രെയിനിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്യണം? നീളം അല്ലെങ്കിൽ ദൂരം രണ്ടും ഒന്നാണ് കേട്ടോ. നീളം കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് ഗുണിക്കണം സമയം. സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എത്ര? 25 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി എന്താ വേണ്ടത്? സമയം. സമയം എത്രയാ? 12 സെക്കൻഡാണ്. 25നെ 12 കൊണ്ട് ഗുണിക്കാലോ. ഞാൻ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്താലും മതി. വേറെ കുറേ ടെക്നിക്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു സംഖ്യേനെ 25 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അറിയോ? ആ സംഖ്യേനെ 4 കൊണ്ട് ഹരിച്ചിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നോക്കാം. 25നെ 12 കൊണ്ട് ഗുണിക്കാൻ പറയുമ്പോൾ 12നെ ഞാൻ ആദ്യം എന്ത് ചെയ്തു? 4 കൊണ്ട് ഹരിച്ചു 3. ഇനി എന്ത് ചെയ്യുക? 2 0 ഇട്ട് കൊടുക്കുക. 300. ഉത്തരം 300 മീറ്റർ. നമുക്ക് 250 മീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫസ്റ്റ് തന്നെ തരുന്നത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 25 കിട്ടുമ്പോൾ 25 കണക്ഷൻ 250 കാരണം അടിക്കണം. അതാണ് ചോദ്യകർത്താവിന് വേണ്ടത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. റൂട്ട് ഓഫ് 0.0144 കൂട്ടണം റൂട്ട് ഓഫ് 0.09ൻ്റെ വില എത്രയാണ്? ഒറ്റ കാര്യം ചെയ്യുക. റൂട്ടിൻ്റെ ഉള്ളിൽ സ്ക്വയർ റൂട്ടാണെന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ എത്ര ജോഡി ദശാംശ സ്ഥാനങ്ങളുണ്ടോ ശ്രദ്ധിച്ച് കേൾക്കണം. റൂട്ടിനുള്ളിൽ എത്ര ജോഡി ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനങ്ങൾ പുറത്തോട്ട് വരും. അപ്പോൾ ഇത് നോക്കിക്കോ. റൂട്ട് ഓഫ് 0.0144. ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? റൂട്ടിൻ്റെ ഉള്ളിൽ എത്ര ജോഡി ദശാംശ സ്ഥാനം, ജോഡി എന്നാണ് പറയുന്നത്. ജോഡി എന്ന് പറഞ്ഞാൽ 2 അല്ലേ? എത്ര ജോഡി ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനങ്ങൾ പുറത്തേക്ക് വരും. ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 1 2 3 4. മൊത്തം 4 ദശാംശ സ്ഥാനങ്ങളാണുള്ളത്. 4ൻ്റെ പകുതി എത്രയാ? 2. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എത്ര ഉണ്ടാവുള്ളൂ? 0.2 ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ?
ഇതിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം മറന്നിട്ട് ദേ എഴുതിയേക്കുന്ന ഈ സംഖ്യയെ മാത്രം നോക്കുക. 144. 144ൻ്റെ റൂട്ട് എത്രയാ? 144ൻ്റെ റൂട്ട് എത്രയാ? 12. 12 രണ്ടാക്കുള്ളൂ, നേരെ എഴുതിയാൽ മതി. ഉത്തരം 0.12. റൂട്ട് ഓഫ് 0.0144. ഒരു 4 കൂടുതൽ പറഞ്ഞ്, അതായത് 144 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? റൂട്ടിൻ്റെ ഉള്ളിൽ എത്ര ജോഡി ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനങ്ങളാണ് പുറത്ത് വരുമ്പോൾ ഉണ്ടാവുക. 0.12 കിട്ടിയല്ലോ. ഇനി റൂട്ട് ഓഫ് 0.09. ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളാണ്? ഇനി ഞാൻ എഴുതുന്നൊന്നുമില്ല. എത്ര ദശാംശ സ്ഥാനങ്ങളാണ് പോയിന്റ് കഴിഞ്ഞിട്ട്? 1, 2 അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. 2 എണ്ണം ആകുമ്പോൾ ഉത്തരത്തിൽ എത്ര ഉണ്ടാവുള്ളൂ? ഒറ്റ സ്ഥാനം നോക്കിയാൽ മതി. അതേതായിരിക്കും? ഈ 9ൻ്റെ റൂട്ടാണ്. 9ൻ്റെ റൂട്ട് എത്രയാ? 3. 144ൻ്റെ റൂട്ട് 12. അത് എഴുതി. എന്നിട്ട് എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കി. ഈ ഇവിടെ എത്ര? 4 പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ പകുതിയാവും. ഇവിടെ 2 പോയിൻ്റാണുള്ളത്, ദശാംശ സ്ഥാനമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ 1 മാറും, നേരെ പകുതിയാവും. 0.3. 0.12, 0.3. ചോദ്യം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടാനാ. 0.12 കൂട്ടണം 0.3 അല്ലേ? നേരെ അങ്ങ് എഴുതി കൂട്ടിയാൽ മതി. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. കിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നേരെ താഴേക്ക് എടുത്ത് എഴുതുക. 2, 1, 3, 4. 0.0. 0.42. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. ഒരു നിശ്ചിത തുക 5 വർഷം കൊണ്ട് ലളിത പലിശ നിരക്കിൽ, ലളിതം എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? 5 വർഷം കൊണ്ട് ലളിത പലിശ നിരക്ക്, അതായത് സാധാരണ പലിശ നിരക്ക് ഇരട്ടിയാകുന്നു. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് പലിശ നിരക്ക് എത്രയാണെന്നാണ്. ഇത് ചെയ്യാനൊരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം, നിർബന്ധമാണ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത് R എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് അല്ലേ? എന്താണ്? ഇൻട്രസ്റ്റ് എത്രയാണ്, പലിശ നിരക്ക് എത്രയാണ് എന്നുള്ളതാണ് R n-1 × 100 ഡിവൈഡഡ് ബൈ T, അതായത് ടൈം. R എന്തൊക്കെയാണ് പറഞ്ഞത്? n-1 × 100 ബൈ T. ഈ n എന്താണ്? ക്യാപിറ്റൽ N കൊടുക്കാം, സ്മാൾ n കൊടുത്ത് കൺഫ്യൂഷൻ ആവണ്ട. n എന്താണ്? ഇരട്ടിയാണോ, 3 ഇരട്ടിയാണോ, 5 ഇരട്ടിയാണോ, 6 ഇരട്ടിയാണോ, 10 ഇരട്ടിയാണോ? ആ ഇരട്ടി എത്ര മടങ്ങാണ് എന്നുള്ളതാണ് എന്ത്? n ഉള്ളത്. n എന്ന് പറയുന്നത് എത്ര മടങ്ങാണ്, T എന്ന് പറയുന്നത് വർഷം, എത്ര വർഷം കൊണ്ടാണ്, അതാണ് T. മനസ്സിലായല്ലോ? ഈ ചോദ്യം വളരെ സിമ്പിളാണ്. കൂടുതലും ഈ തരത്തിലെ ചോദ്യം ചോദിക്കാൻ സാധ്യത ഞാൻ കാണുന്നുള്ളൂ, LGS ലെവലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്യുക? നമുക്ക് 2 വർഷത്തേക്കാവുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. 2 കുറയ്ക്കണം 1, 1 × 100 100 ബൈ T. T എന്താ? വർഷം. എത്ര വർഷം? 5. 100 ബൈ 5 എത്രയാണ്? 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20%. ഇതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ സി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇരട്ടിയാണെങ്കിൽ റേറ്റ് കാണാനാണ്. എന്താണ്? 100 ബൈ 5. അപ്പോൾ 3 ഇരട്ടിയാണെങ്കിലോ? 3 ഇരട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? R എന്താവും? ഈ എന്നിൻ്റെ സ്ഥാനത്ത് 3 വരും. 3 കുറയ്ക്കണം 1, 2. അപ്പോൾ 2 × 100 200 ബൈ ടൈം എന്ന് വരും. ഇനിയിപ്പോൾ 10 ഇരട്ടിയാണെങ്കിലോ? 10 ഇരട്ടിയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? R 10 കുറയ്ക്കണം 1, 9. പിന്നെ 100 കൊണ്ട് ഗുണിക്കുക ബൈ T, ടൈം എത്ര വർഷമാണെന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, അത് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ഇനി നമ്മൾ പിന്നെ വേറൊരു കാര്യം, ഞാനിതൊരു പേപ്പറിൽ ഇങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് ഇത് വിട്ടുപോവില്ല. ഞാൻ അടുത്ത ക്ലാസ്സിലും ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തും. എല്ലാം അതേപോലത്തെ ചോദ്യങ്ങളല്ല, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തും. അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരും. പിന്നെ അത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു എക്സാം പോലെ ഒരു ക്വിസ് ഒരു വെബ്സൈറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ ലിങ്കും കൂടി താഴെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്.
ഇനിയാണ് നമ്മൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തേക്ക് വരുന്നത്. അവിടെയാണ് മെൻ്റൽ എബിലിറ്റി. നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്, ഇതിലും മറക്കണ്ട, ഇതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് പോസ് ചെയ്യുക, 45 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റണില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക, നമ്മളെന്താ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇതിനാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനെന്തായാലും അത് അങ്ങനെ ചെയ്തു നോക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 7, 15, 31, 63. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടുത്തെ ലോജിക്ക് എന്താ ലോജിക്ക്? ഇതേ തൊട്ട് മുന്നത്തെ സംഖ്യേനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് 1 കൂട്ടുക. അതായിരിക്കുന്നു 3. 3ൻ്റെ ഇരട്ടി എത്രയാ? 3ൻ്റെ ഇരട്ടി എത്രയാ? 6 കൂട്ടണം 1, അതാണ് എന്ത്? 7. ഇനി ഇവിടുത്തെ അടുത്തത് 7 ഗുണിക്കണം 2 കൂട്ടണം 1, 7ൻ്റെ ഇരട്ടി 14, 14 1 15. അടുത്ത 15 ഗുണിക്കണം 2 കൂട്ടണം 1, 15 ഗുണിക്കണം 2 30, 30 1 31. അപ്പോൾ അടുത്ത 63 കിട്ടിയ എങ്ങനെയാണ്? 31 ഗുണിക്കണം 2 കൂട്ടണം 1, 62 കൂട്ടണം 1 എത്രയാണ്? 63. വേഗം പറയുകയാണെന്നേ ഉള്ളേ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് കാര്യം. 63. ഇനി അടുത്ത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? 63ൻ്റെ ഇരട്ടി 63 ഗുണിക്കണം 2 കൂട്ടണം 1. എന്താ? എത്രയാ ഉത്തരം? 126 1 എത്രയാ? 127. ഉത്തരം 127. ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു രഹസ്യ ഭാഷയിൽ ഇന്ത്യ എന്നതിനെ RMWRZ എന്ന് കോഡ് ചെയ്തിരിക്കുന്നു എങ്കിൽ LGS എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം? ഒന്ന് പോസ് ചെയ്യുക, ആലോചിക്കുക. നിങ്ങൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഈ ABCD ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് എല്ലായ്പ്പോഴും പറയാറുണ്ട്, ABCD എങ്ങനെ എഴുതണം? A B C D E F G H I J K L M. അടുത്ത ഇനി താഴത്തുനിന്ന് ഇങ്ങോട്ട് N O P Q R S T U V W X Y Z. ഇങ്ങനെ എഴുതണമെന്ന് ഞാൻ പറയാറുണ്ട്. എന്നിട്ട് വേണം എന്ത് ചെയ്യാണ്? 1 2 3 കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ എഴുത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് തിരിച്ചും മറിച്ചും വരാൻ പറ്റും. 1 2 3 4 അങ്ങനെ എഴുതി പോവാം. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചാണ് 1 2 കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ മേലെ തന്നെ നോക്കിയാൽ Z1 ആയിട്ട് Y 2 ആയിട്ടൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇന്ത്യ എന്നതിന് RMWRZ എന്നാണ്. ഈ I കണ്ടോ? Iൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ആരാ? ആറാണുള്ളത്. അതായത് അതിൻ്റെ വിപരീത ജോഡിയാണ് എടുത്തേക്കണേ അല്ലേ? Iയുടെ ഇത് 6 എന്ന് എടുത്തു. അടുത്തത് N, Iയുടേത് എന്തെടുത്തു? 6 എന്ന് എടുത്തു. ഇനി അടുത്തത് എന്താ? N, ഇന്ത്യയുടെ Nൻ്റെ ഏതാ എടുത്തേക്കണേ? N നേരെ ഓപ്പോസിറ്റ് ആരാ? M അല്ലേ? അടുത്തത് ആരാ? ഡിയുടെ എന്താ? ഡിയുടെ ഏതാ? W. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്താണ്? നേരെ വിപരീത ജോഡി എടുത്താണ് അല്ലേ? അപ്പോൾ അതുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യം LGSൻ്റെത് എത്രയാണ് ഉത്തരം എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? LGS ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ LGS എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. L എന്താണ്? G എന്താണ്? S എന്താണ്? അത് കണ്ടുപിടിക്കണം അല്ലേ? നോക്കിക്കോ. Lൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? Lൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓയാ. അടുത്തത് ജിയുടെ നേരെ ഓപ്പോസിറ്റ് ഏതാ? ജിയുടെ നേരെ ഓപ്പോസിറ്റ് ടിയാ. എസിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? H ആണ്. OTH. ഉത്തരം ഓപ്ഷൻ എ OTH. സിമ്പിളല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, സനൽ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൻ എൻ്റെ അച്ഛൻ്റെ മകനാണ്. സനലിന് സഹോദരങ്ങളില്ലെങ്കിൽ ആ പുരുഷൻ സനലിൻ്റെ ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം, പക്ഷെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, അരുൺ കിഴക്കോട്ട് 8 മീറ്റർ നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടന്നു എങ്കിൽ അയാൾ ഇപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര മീറ്റർ അകലെയാണ്? ഏറ്റവും ബേസിക് ആയിട്ട് LGS ലെവലിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ചോദ്യം എന്താണ്? അരുൺ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്ഷൻസ് വരയ്ക്കുകയാണ്. ഈ ചോദ്യത്തിൽ ഡയറക്ഷൻ്റെ ആവശ്യമല്ല. എന്താ വെച്ചാൽ ഓപ്ഷൻ നോക്കുമ്പോൾ അതിൽ ഡയറക്ഷൻ ഇല്ല. എന്നാൽ കൂടി ഞാൻ ഡയറക്ഷൻസ് വരയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് എഴുതാണ്? എവിടെയാ? മേലെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് അല്ലേ? പടിഞ്ഞാറ്. അപ്പോൾ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അരുൺ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? കിഴക്കോട്ട് 8 മീറ്റർ നടന്ന്, കിഴക്കോട്ട് 8 മീറ്റർ നടന്ന്
എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് 6 മീറ്റർ നടന്നു. ഇനി എന്താ വേണ്ടത്? അയാൾ ഇപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണെന്നാണ് ചോദിച്ചേക്കണേ. ഇത്രയും ദൂരെയാണ് അല്ലേ. ഇപ്പോൾ ഇതെന്തായി? ഒരു മട്ടത്രികോണമായിട്ട് മാറി. മട്ടത്രികോണത്തിൻ്റെ കേസ് വന്നാൽ നിങ്ങൾക്ക് അറിയാം എന്താ, അവിടെ ആര് വരും? പൈതഗോറസ് വരും. ഇത് പൈതഗോറസ് ത്രയങ്ങളിൽ പെടുന്ന സംഖ്യകളാണ്. 6ഉം 8ഉം. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമുക്കല്ലാന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? ഉത്തരം എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ലോ. 6ഉം 8ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും? 10 ആയിരിക്കും. അതുപോലെ 3ഉം 4ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അത് പൈതഗോറസ് ത്രയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളെന്താണ്? 6ഉം 8ഉം ആണ്. അപ്പോൾ അടുത്ത എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കർണം സമം എന്താണ്? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. പാദം എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 6 സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് 8 എന്ന് എടുത്താൽ 8 സ്ക്വയർ. ഇതിൻ്റെ റൂട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 36 കൂട്ടണം 1 64. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 36 64 100 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10. ഉത്തരം 10 മീറ്റർ ആയിരിക്കും. അപ്പോൾ 6ഉം 8ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 10 ആയിരിക്കും. 3ഉം 4ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അതെന്തായാലും ഓർത്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ 3ഉം 4ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത 5 ആണെന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 26 വ്യാഴാഴ്ചയാണെങ്കിൽ അതേ വർഷത്തെ ആഗസ്റ്റ് 15 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. ഇതെങ്ങനെ ചെയ്യുക? ഓഡ് ഡേയ്സ് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ മാസങ്ങളിൽ ആകെ എത്ര ദിവസങ്ങളുണ്ടെന്ന് കൂട്ടി സമയം കളയുന്നതിന് പകരം എന്ത് ചെയ്യും? ഓരോ മാസത്തിലും എത്ര ശിഷ്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ഓഡ് ഡേയ്സ് ഉണ്ട് എന്ന് നോക്കും. അതായത് ഓരോ മാസത്തെയും ദിവസങ്ങളെ 7 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എത്രയാണ് കിട്ടുക എന്നുള്ളത് മാത്രം നോക്കിയിട്ട് അതിനെ കൂട്ടിയിട്ട് അതിനെ വീണ്ടും 7 കൊണ്ട് ഹരിക്കും. എന്നിട്ട് എത്ര കിട്ടും ശിഷ്ടം നോക്കിയിട്ട് ആ ശിഷ്ടത്തിനെ നമ്മുടെ ഈ ഇപ്പോൾ ഇവിടെ വ്യാഴാഴ്ചയാണെന്നുണ്ടെങ്കിൽ അതിനോട് കൂട്ടുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജനുവരി 26 വ്യാഴം തന്നിട്ടുണ്ട്. ജനുവരി 26 വ്യാഴം തന്നിട്ടുണ്ടെങ്കിൽ ജനുവരിയിൽ ബാക്കി ഇനി എത്രയുണ്ട്? 6 കഴിഞ്ഞാൽ ജനുവരിയിൽ 5 ദിവസങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത്. ഓക്കെയാണ്. ഇനി അടുത്ത ഫെബ്രുവരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ മൊത്തം 28 ആണുള്ളത്. 28നെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം എത്ര കിട്ടുക? ശിഷ്ടം 0 കിട്ടുക അല്ലേ. 28നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ മാർച്ച് 31 ദിവസങ്ങളാണുള്ളത്. 31നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 3 കിട്ടുക. മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ അതുപോലെ 30 ദിവസങ്ങളാണുള്ളത്. എത്ര 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുക? ശിഷ്ടം 2 കിട്ടുക. ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ആണ് വരുന്നത്. മെയ് അപ്പോൾ എത്രയാണ്? 31 ദിവസങ്ങളില്ലേ. അപ്പോൾ എത്രയായിരിക്കും? 3 ശിഷ്ടം വരും. ഇത് നിങ്ങൾ എഴുതുന്നുണ്ടാവില്ല അല്ലേ. ഇവിടെ മാർച്ച് 31/7 ചെയ്യുന്നു. അതിൻ്റെ ശിഷ്ടമായിട്ടുള്ള 3 എഴുതുകയാണ് കേട്ടോ. മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂണാണ്. ജൂൺ എത്രയാ? ജൂണ് 30 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ശിഷ്ടം എത്ര വരും? 2 വരും. അടുത്തത് ജൂലൈ ആണ്. ജൂലൈ എത്ര ശിഷ്ടം വരിക? ജൂലൈ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങളാണുള്ളത്. അതിനെ 7 കൊണ്ട് ഹരിക്കുന്നു. ശിഷ്ടം എത്ര വരും? 3 വരും. അടുത്തത് ആഗസ്റ്റ് ആണ്. ആഗസ്റ്റ് മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല. ആഗസ്റ്റ് എത്ര എടുത്താൽ മതി? 15 ദിവസങ്ങളുള്ളൂ. അപ്പോൾ ആ 15 ദിവസം എടുക്കുക. 15ന് 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം എത്ര കിട്ടും? 2 7 14 അപ്പോൾ ശിഷ്ടം 1 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള സംഖ്യകളെ, അതായത് ഇപ്പോൾ കിട്ടിയ ശിഷ്ടത്തിന് മൊത്തത്തിൽ അങ്ങ് കൂട്ടുക. കൂട്ടിയില്ലെങ്കിൽ ഇവിടെ 7 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 7നെ ക്യാൻസൽ ചെയ്താലും മതി. ഞാൻ ആ രീതിയിലൊന്ന് പറയണം ആണോ? ഏതാ ചെയ്യേണ്ടേ? മൊത്തം കൂട്ടാം അല്ലേ. 5 കൂട്ടണം. അപ്പോൾ ഞാൻ ഇത് മൊത്തം കൂട്ടാം കേട്ടോ. 5 കൂട്ടണം 0 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 1. മൊത്തം ഒന്ന് കൂട്ടിക്ക് എത്ര കിട്ടുക? കൂട്ടി നോക്കാം. 1 3 4, 4 2 6, 6 3 9, 9 2 11, 11 3 14, 14 5 19. 19നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കൊണ്ട് ഹരിക്കുന്നു. 7 കൊണ്ട് ഹരിച്ചാൽ 2 7 14 ശിഷ്ടം 5 എന്ന് കിട്ടുന്നു. അതായത് 5 ഓഡ് ഡേയ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജനുവരി 26 വ്യാഴം എന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഞാൻ ഒന്ന് വായിക്കുകയാണ്. ജനുവരി 26 വ്യാഴം എന്ന് തന്നിട്ടുണ്ട്. ജനുവരി 26 വ്യാഴം. ആ വ്യാഴത്തിൻ്റെ കൂടെ എത്ര ഓഡ് ഡേയ്സ് കൂട്ടണം? 5 ഡേയ്സും കൂടിയും കൂട്ടണം. അപ്പോൾ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ. 5ാമത്തെ ദിവസം
ചൊവ്വാഴ്ചയായിരിക്കും. ഉത്തരം ഓപ്ഷൻ എ ചൊവ്വ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. സമയം 2:40 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? 30h മൈനസ് 11/2m. എച്ച് എന്ന് പറയുന്നത് മണിക്കൂർ സൂചി, എം എന്ന് പറയുന്നത് മിനിറ്റ് സൂചി എവിടെയാണെന്നുള്ളതും കാണിക്കുന്നു. ചെയ്തു നോക്കാമല്ലോ. നേരെ 30 ഗുണിക്കണം 2:40. അപ്പോൾ മണിക്കൂർ സൂചി എവിടെയാണ്? 2-ലാണുള്ളത്. 2 കഴിഞ്ഞു. അപ്പോൾ 2 നോക്കിയാൽ മതി കേട്ടോ. 30 × 2 കുറയ്ക്കണം 11/2 ഗുണിക്കണം എം എന്ന് പറയുന്നത് മിനിറ്റ് സൂചി എത്രയിലാണ്? 40-ലാണുള്ളത്. ഇനി ഇതേത് വെട്ടാലോ? 20. 40ൻ്റെ പകുതി 20. ഇനി നോക്ക്, ഇവിടെ എത്രയുണ്ട്? 30 × 2 എത്രയാണ്? 60. കുറയ്ക്കണം എത്ര? 11 × 2 220. 220. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ചെയ്യുക. 220 60 കുറച്ചാൽ എത്ര കിട്ടുന്നത്? 220 60 കുറച്ചാൽ 160 ഡിഗ്രി. എന്ത്? മൈനസ്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. മൈനസ് ആണെങ്കിലും പ്ലസ് ആണെന്നുണ്ടെങ്കിലും ഉത്തരം എന്താണ്? നേരെ ആ മൈനസ് ഒഴിവാക്കിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. 160 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ സി 160 ഡിഗ്രീസ്. മൈനസ് ഒന്നും പ്രശ്നമാക്കണ്ട, അതിൻ്റെ വ്യത്യാസം എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും കിട്ടിയിരിക്കേണ്ട ചോദ്യമാണ്. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ജിതിൻ മുന്നിൽ നിന്നും 18-മനാണ് എങ്കിൽ അവസാനത്തിൽ നിന്നും ജിതിൻ്റെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യം. എന്ത് ചെയ്യേണ്ടത്? 50 കുട്ടികളാണ് മൊത്തം ക്ലാസ്സിലുള്ളത്, അല്ലേ? ആകെ കുട്ടികളുടെ എണ്ണം 50. അപ്പോൾ മുന്നിൽ നിന്ന് എത്രാമതാ? 18-മതാണ്. അപ്പോൾ അത് കുറയ്ക്കുക. എന്താണ്? മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എത്രാമതാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. പുറകിൽ നിന്ന് എത്രാമതാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായോ? ഇല്ല. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 കൂട്ടണം. 50 18 പോയാൽ 32, 32 1 33. ഉത്തരം ഓപ്ഷൻ ബി 33. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ 2 തന്നിട്ടുണ്ട്, 9 തന്നിട്ടുണ്ട്, 28 തന്നിട്ടുണ്ട്, 65 തന്നിട്ടുണ്ട്, 126 തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യം നിങ്ങളെ സമയം കളയാൻ വേണ്ടിയിട്ട് തന്നൊരു ചോദ്യമായിരുന്നു. നിങ്ങൾ പോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് 1³ + 1 ആണ്. 9 എന്ന് പറയുന്നത് 2³ + 1 ആണ്. 28 എന്ന് പറയുന്നത് 3³ + 1 ആണ്. 65 എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 4³ + 1 ആണ്. 126 എന്ന് പറഞ്ഞാൽ 5³ + 1 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ ഇതായിരുന്നു. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇത് ഫോളോ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിൽ വരണമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? ഉത്തരം കിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇതങ്ങനെ ചെയ്തങ്ങനെ ഇരിക്കും, നമ്മൾ ഉത്തരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം. ഇതിലൊരു ഓഡ് 1 ഔട്ട് ഇല്ല. ഇതിൽ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ എന്താണ്? മുകളിൽ കൊടുത്തവയൊന്നും അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ പക്ഷേ എന്തായിരിക്കില്ല? എപ്പോഴും PSC എന്ത് ചെയ്യും? ഇതുപോലെയാണ് നമുക്ക് തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സമയം മൊത്തം അതിലിരുന്ന് കളയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യരുത്? അത് നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം എന്ത് ചെയ്യരുത്? ഒരു ചോദ്യം ഇതിന് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. കിട്ടുന്നില്ലേ അത് വിടുക. എന്നിട്ട് പിന്നെ ഏറ്റവും അവസാനം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അല്ലാതെ സമയം കളയരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:2 ആണ്. അവരുടെ പ്രായങ്ങളുടെ ഗുണനഫലം 360 ആയാൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അച്ഛൻ, മകൻ. അച്ഛൻ്റെ മകൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:2 ആണ്. അവയുടെ പ്രായങ്ങളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 360 ആണ് അല്ലേ? ഇവർ രണ്ടുപേരെയും ഗുണിച്ചു കഴിഞ്ഞാലാണ് 360 കിട്ടുന്നത്. എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ റേഷ്യോ വരുമ്പോൾ എല്ലാ കേസിലും എക്സ് ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട. എക്സ് ഇട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും പറ്റാൻ പോകണില്ല. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ പോണേ. നമ്മളെപ്പോഴും റേഷ്യോ ആകുമ്പോൾ എന്താണ്? ഈ 5ൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂടി, കോമൺ ആയിട്ടുള്ളൊരു സംഖ്യ കൂടി 5ൻ്റെയും 2ൻ്റെയും കൂടെ ഗുണിക്കാനുണ്ട്. അപ്പോൾ ആ സംഖ്യയെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ 5 ഗുണിക്കണം എക്സ്, 2 ഗുണിക്കണം എക്സ് ആണ് എന്ത്? വയസ്സുകൾ. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? അച്ഛൻ്റെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 5x ആണ്. അതുപോലെ മകൻ്റെ ആണെന്നുണ്ടെങ്കിലോ
മകൻ്റെ പ്രായം എന്ന് പറയുന്നത് 2x ആണ്. ഇതാണ് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടാനുള്ളത്. ഇനി എന്താണ്, അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, ഇവിടെ പ്രായങ്ങളുടെ ഗുണനഫലം 360 ആയാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഇവരെ രണ്ടുപേരെയും ഗുണിക്കുക. പ്രായം 5x ആയിട്ടും 2x ആയിട്ടും എടുത്താൽ 5x ഗുണിക്കണം 2x എന്ന് പറയുന്നത് എത്രയാണ്, 360 ആണ്. 5x ഗുണിക്കണം 2x എന്ന് പറയുന്നത് 360 ആണ്. അതല്ലേ ചോദ്യം തന്നിട്ടുള്ളത്. ഇനി നേരെ ഗുണിക്കുക. ഗുണിക്കാൻ ഈ x വന്നു എന്ന് വിചാരിച്ച് ഗുണിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ 5നെ 2 കൊണ്ടാണ് ഗുണിച്ചാൽ മതി. എത്രയാണ്, 10. ഈ എക്സിനെ x കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്ക്വയർ ആക്കുക എന്നാണ്. ഇപ്പോൾ 10നെ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത് 10 സ്ക്വയർ അല്ലേ. അതേപോലെ തന്നെ 10 ഗുണിക്കണം x സ്ക്വയർ ഈക്വൽ ടു 360. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് സൈഡിലും 10 ഉണ്ട്, 0 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും വേണേൽ വെട്ടിക്കളയാം ഇവിടെ നിന്ന് തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിനെ മാത്രം ഇവിടെ നിർത്തി 360ൻ്റെ അടുത്തോട്ട് ഈ 10നെ കൊണ്ടുപോയാൽ അതെന്തായി, 360 ആയിരിക്കണം 10 ആയി. ഈ 0 വെട്ടിപ്പോയി അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. എക്സ് സ്ക്വയർ 36 ആണെന്നുണ്ടെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ മതി. എക്സ് കണ്ടുപിടിക്കാൻ എക്സ് സ്ക്വയർ 36 ആണെന്നുണ്ടെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എത്രയാണ്, എക്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 36 എത്രയാണ്, 6 ആണ്. എക്സ് എത്രയാണ്, അപ്പോൾ 6 ആണ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്, അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് 5 ഗുണിക്കണം 6 30. ഇനി പല ഇതിലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആളുകൾ എന്ത് പറയും, എക്സ് എടുക്കണ്ട അത് ചെയ്താൽ മതി. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കണം. എന്താ വെച്ചാൽ അവിടെ സ്ക്വയർ വരണം. അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ് ഉൾപ്പെടുത്തിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എക്സെപ്ഷണലായിട്ട് മാത്സ് അറിയണം. അപ്പോഴും നിങ്ങൾക്ക് എക്സ് എടുത്ത ഒരു പ്രശ്നം പറ്റില്ല കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി മകൻ്റെ പ്രായമാണെന്നുണ്ടെങ്കിലോ 2 ഗുണിക്കണം 6 എത്രയാ, 12. സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഇത് എക്സ് തൊടൂല എന്ന് പറഞ്ഞിരിക്കരുത്, എക്സ് ഒക്കെ തൊടണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്തത് ബോർഡ് മാസിലുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ബോർഡ് മാസിലൊരു ടഫ് ചോദ്യം എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. പ്ലസ് എന്നാൽ ഹരണമെന്നും, ഹരണം എന്നാൽ ഗുണനമെന്നും, ഗുണനമെന്നാൽ കുറയ്ക്കണമെന്നും, കുറയ്ക്കണമെന്നാൽ കൂട്ടണമെന്നുമായാൽ താഴെ നൽകിയിരിക്കുന്ന ക്രിയയുടെ വില കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായി, 20 കൂട്ടണം എന്ന് പറഞ്ഞാൽ ഹരിക്കുകയാണ്. 20 ഹരിക്കണം 4. പിന്നെന്താണ്, ഹരിക്കണം 3. ഹരിക്കണം എന്നാൽ ഗുണിക്കണം എന്നാണ്, ഗുണിക്കണം 3. ഇനി എന്താ, വീണ്ടും ഹരിക്കണം 6 എന്നാണ്. ഹരിക്കണം എന്ന് പറഞ്ഞാൽ ഗുണിക്കണം തന്നെയാണ്, അപ്പോൾ ഗുണിക്കണം 6. പിന്നെ കുറയ്ക്കണം 2 എന്നാണ്. അപ്പോൾ കുറയ്ക്കണം എന്നാൽ കൂട്ടണം എന്നാണ്, കൂട്ടണം 2. ഇതങ്ങ് ചെയ്താൽ മതി, നമ്മൾ ഉത്തരമായി. ഓക്കെ. ഇത് നിങ്ങളെന്ത് ചെയ്യുക, ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യുക. ഇതിൻ്റെ ഉത്തരവ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇനി ഇതുപോലെ തന്നെ മികച്ച ചോദ്യങ്ങളുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്തിട്ട് എല്ലാവരും നല്ലപോലെ പ്രോബ്ലംസ് ചെയ്യുക. മാർക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കൂട്ടത്തിൽ കമൻറ്റ് ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.